നമസ്കാരം. മതേതര കേരളം വലിയ രീതിയിൽ കൊണ്ടാടിയ മോണാലിസയുടെ വിവാഹം, അതിൻ്റെ വാർത്തകളൊക്കെ തണുത്തു വരികയാണ്. എല്ലാവരും അതൊക്കെ മറന്നു തുടങ്ങുകയാണ്. ഇത് നടത്തിക്കൊടുത്തവർക്കും അതൊക്കെ മറക്കാം, ഈ വാർത്ത കേട്ടവർക്കും മറക്കാം. പക്ഷേ മോണാലിസ എന്ന ചെറിയ പെൺകുട്ടിയുടെ വീട്ടുകാരുണ്ടല്ലോ, അവളുടെ അച്ഛനും അമ്മയും 4 കുഞ്ഞ് സഹോദരങ്ങളും അവളുടെ ബന്ധുക്കളും ഉൾപ്പെടുന്ന ആ വലിയ കുടുംബം മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു കുടിലിൽ ഒരു മരണവീടിന് സമാനമായ വിഷമമാണ്, കണ്ണുനീരാണ്, കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ള ന്യൂസ് 18-ൽ വന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. വലിയ രീതിയിൽ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചു. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ആ അച്ഛനെയും അമ്മയെയും കുറിച്ച് അവൾ ചിന്തിച്ചില്ല. സാർ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ ഭർത്താവായിട്ടുള്ള ഇപ്പോൾ ഫർമാൻ ഖാൻ എന്ന യുവാവിനെ സാർ എന്ന് വിളിച്ചുകൊണ്ട് ഡ്രൈവറായിട്ട് പോയിരുന്ന മനുഷ്യനാണ് മൊണാലിസയുടെ പിതാവ്. അപ്പോൾ പോലും അറിയുന്നില്ല ഇവർ തമ്മിലൊരു കണക്ഷൻ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന്. അത്രത്തോളം വിശ്വസിച്ച് കൊണ്ട് നടന്നു. എല്ലായിടത്തും അച്ഛൻ കൂടെ പോയിട്ട് പോലും അച്ഛനെ നന്നായിട്ട് കബളിപ്പിക്കാൻ അവൾക്ക് സാധിച്ചു. പക്ഷേ 4 കുരുന്നുകളുടെ വയറിൻ്റെ വിശപ്പ് പോലും അവൾ ഓർത്തില്ല. അപ്രതീക്ഷിതമായിട്ട് അവളുടെ ജീവിതത്തിൽ ഭാഗ്യം തേടി വന്നപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് അവരും വിചാരിച്ചു. അവൾ ചെറിയ കുട്ടിയാണ്, അത് അവളുടെ വിവരമില്ലായ്മ, അവൾക്ക് പഠിപ്പില്ല, ഇതൊക്കെ കേരളക്കാർ മുതലെടുക്കുകയായിരുന്നു എന്ന് അവളുടെ വീട്ടുകാർ പറയുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ മനസാക്ഷിക്ക് നേരെ ഉയരുന്ന ഒരു ചോദ്യമായിട്ടാണ്, നമ്മുടെ മനസാക്ഷിയെ പോറലേൽപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. കേരള മൊണാലിസയുടെ പിതാവും കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളൊക്കെ എട്ടും പൊട്ടും തിരിയാത്ത ഈ പെൺകുട്ടിയുടെ വിവാഹം വലിയ ആഘോഷത്തോടെ അവർ നടത്തിയല്ലോ. ഇവരുടെയൊക്കെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ ഇവരിത് ചെയ്യുമോ? എത്ര വലിയ അപരാധമാണ് ഞങ്ങളോട് അവർ ചെയ്തത് എന്ന് ചോദിച്ചു. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന രീതിയിലുള്ള വലിയ വലിയ തെളിവുകളുമൊക്കെ പുറത്ത് വന്നിട്ട് പോലും ആ വാർത്തകളൊന്നും, ആ കേസൊന്നും ഒന്നുമല്ലാതായി. ഇവിടെ ഒന്നും ആകില്ല. അവളിപ്പോൾ ഒരു പുതുമോടിയുടെ പുറത്ത് ഇങ്ങനെ ആഘോഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. കുറേ നാൾ മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നു. ഇപ്പോൾ അതും കാണാനില്ല. ഇനി അതിനുശേഷമുള്ള അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മോശമായിരിക്കും. കാരണം ഒരാളുടെ കണ്ണുനീര് കൊണ്ട് ഒരു സന്തോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ നാശം തുടങ്ങുകയാണ്. ആ സന്തോഷം നമുക്ക് ഉതകുകയുമില്ല. കുറച്ച് ദിവസമൊക്കെ ഒരു പകിട്ടൊക്കെ കാണും, പക്ഷേ അതിനുശേഷമുള്ള ജീവിതം നരക തുല്യമായിരിക്കും. കാരണം ആ വീടും വീട്ടുകാരും ആ കൊച്ചു കുഞ്ഞുങ്ങൾ, ഏറ്റവും ഇളയ പയ്യനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8-9 വയസ്സേ കാണുള്ളൂ. അലമുറയിട്ട് കരയുകയാണ് ആ വീട്ടുകാർ അത്രയും. അത്രത്തോളം സ്നേഹിച്ചിരുന്ന, അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള, ഒന്നായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു കുടിലിൽ താമസിച്ചിരുന്ന മനുഷ്യർ. ആ സ്ത്രീ ആണെങ്കിൽ, ഈ മൊണാലിസയുടെ അമ്മയാണെങ്കിൽ തറയിൽ കിടന്ന് ഉരുളുകയാണ്. അവർക്ക് ശബ്ദം പോലും നഷ്ടപ്പെട്ടു, കരഞ്ഞ്. ആ ഗ്രാമം മുഴുവൻ തേങ്ങുകയാണ്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു മരണവീടാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ദുഃഖം കടൽ പോലെ ഇരമ്പുകയാണ് അവിടെ. അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? അവർക്കറിയാത്ത ഒരു നാട്ടിൽ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി, ഇന്നലെ വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, അവർ പറയുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകും, 8 ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കും, ഒരാഴ്ചക്കൊക്കെ ശേഷം അവൾ ഇങ്ങ് തന്നെ വരും, ഞങ്ങളെ വിട്ടവർ, അവർക്കൊരു ജീവിതമില്ല. അവളാണ് മറ്റൊരു നാട്ടിൽ പോയി പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ആളെ പ്രണയിച്ചു എന്ന് പറയുന്നു, വിവാഹം ആരൊക്കെയോ നടത്തിക്കൊടുത്തെന്ന് പറയുന്നു. ഇവന്മാരിവിടെ എന്തിനു വേണ്ടിയാണ് നടത്തിയതെന്നും ഇവന്മാരുടെ ഉദ്ദേശം എന്തായിരുന്നെന്നും എല്ലാം നമുക്കറിയാം. ഞാൻ അന്ന് ചോദിച്ചതുപോലെ ഈ ശിവൻകുട്ടിയുടെയോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെയോ ആരെങ്കിലും മക്കളോ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നതെങ്കിൽ ഇവർ ഉപദേശിക്കില്ലേ? അല്ലെങ്കിൽ അത് നടത്തി കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കില്ലേ? 2 പേർ വല്ലാതെ അങ്ങ് പ്രണയിക്കുകയാണെങ്കിൽ അവരെ 2 ആക്കണം എന്ന കാര്യമല്ല, എന്ന ക്രൂരതയല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ എന്തിനും ഒരു ലോജിക്കുണ്ട്. യുക്തിക്ക് നിരക്കാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ് ഇവർ ചെയ്തത്. അത് ചെയ്തവരും ചെയ്യിപ്പിച്ചവരും ഇതിന് മുൻകൈ എടുത്തവരും എല്ലാം അനുഭവിക്കാതെ പോകില്ല. അത്രത്തോളം വിഷമം നമുക്ക് അവരുടെ ആ കണ്ണുനീരും വിഷമവും കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇവൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. പൈശാചികമായിരിക്കും ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കൂടിപ്പോയി ഇത്രയും പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇല്ല, ശരിയല്ലാത്തതൊന്നും ഒരു കാലത്തും ശരിയാകാൻ പാടില്ല. വലിയ തെറ്റാണ് അവൾ ചെയ്തത്. പക്വത എത്തുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചത് എന്താണോ
അതുമൂലം തന്നെ അവൾ ഭാവിയിൽ നന്നായിട്ട് അവൾ കരയേണ്ടി വരും. കണ്ണുനീരോട് കൂടി അവളുടെ വീട്ടുകാരെ ഓർക്കേണ്ടി വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രകൃതിക്കൊരു നിയമമുണ്ട്, അത് കൃത്യമായിട്ട് നടക്കും. മനുഷ്യരുടെ മനസ്സും മനുഷ്യരുടെ പ്രവൃത്തികളൊക്കെ മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും നമ്മുടെ ചിന്തകളൊക്കെ. പക്ഷെ പ്രകൃതിയുടെ നിയമം, പ്രകൃതിയുടെ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ നടക്കും. അതിൽ യാതൊരു മായവും ഉണ്ടാകില്ല. കാലം കാത്തു വെച്ചിരിക്കുന്ന ഒരു കാവ്യനീതിയുണ്ട്. അത് നടപ്പിലാകുന്ന കാലം വിദൂരവുമല്ല. ഇവര് കാരണം, ഈ കുറെ സഖാക്കളെല്ലാം ചേർന്നാണല്ലോ ഇത് നടത്തിക്കൊടുത്തത്. അവർ കാരണം മലയാളികൾക്ക് മുഴുവൻ ഒരു ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം പറയുമ്പോൾ അവർ കേരള 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 എന്നാണ് പറയുന്നത്. കേരള അത് നടത്തിക്കൊടുത്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മുതലെടുപ്പ് നടത്തിയതെന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത നമ്മളിലേക്ക് എല്ലാവരിലേക്കും വരികയാണ്. ഇവർ കാരണം, ഇവരുടെ ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കാരണം. എന്തുകൊണ്ടാണ് അവർ വിവാഹം കഴിക്കാൻ പോലും ഉദ്ദേശിച്ച് വന്നവരല്ല. അപ്പോൾ പിന്നെ ആരുടെ സമ്മർദ്ദപ്രകാരമാണ് പെട്ടെന്ന് ഇത് നടത്തിയത്? അവർക്ക് പെട്ടെന്ന് എങ്ങനെ തോന്നി? ഒരു ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്ന ഇവർക്ക്, 2 മാസം മാത്രം പരിചയമുള്ള ഇവർക്ക്, അവർ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം പരിചയപ്പെട്ടു, അതിനുശേഷം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ നേരിട്ടൊക്കെ കണ്ടെല്ലാം പരിചയപ്പെട്ടു. എന്നാലും 2 മാസത്തെ പരിചയമേ ഉള്ളൂ. 6 മാസം കൊണ്ട് പ്രണയിക്കുന്നുവെന്ന് അയാൾ പറയുന്നു. 6 മാസം ആയിക്കൊള്ളട്ടെ, കേരളത്തിൽ വന്ന ഉടനെ യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെ വിവാഹം എന്ന ആ വലിയൊരു തീരുമാനത്തിലേക്ക് അവർ കടന്നു? അതിന് പിന്നിൽ ആരാണ്? ആ ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു? കേരളത്തെ എങ്ങനെയെങ്കിലുമൊക്കെ വേറിട്ട് നിർത്തി മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കേരളം സുരക്ഷിതമാണ് എന്ന ഒരു ആശയം എല്ലാ സംസ്ഥാനങ്ങളിലും വാർത്തയാകുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുക. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാഹചര്യം കിട്ടുമ്പോൾ അത് മുതലാക്കുക. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയില്ലേ? അങ്ങനെ ആരുടെ ജീവിതം നശിപ്പിച്ചിട്ടാണെങ്കിലും ആരെ കൊലയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും നമ്മൾക്ക് ആളാകാൻ പറ്റുന്ന സമയം നമ്മൾ മുതലാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവന്മാരിവിടെ ചെയ്തത്. പക്ഷെ ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ, പ്രത്യേകിച്ച് ആ അമ്മയുടെയും ആ സഹോദരങ്ങളുടെയും ഒക്കെ കണ്ണുനീരിന് വില കൊടുക്കേണ്ടി വരുന്നത് വലിയ വലിയ രീതിയിലായിരിക്കും. അങ്ങേയറ്റത്തെ ദുഃഖം, അങ്ങേയറ്റത്തെ ദേഷ്യം ആ പെൺകുട്ടിയോട് എനിക്ക് തോന്നുകയാണ്. അവൾ തിരിച്ചറിയണം വീട്ടുകാരുടെ സ്നേഹം എന്തായിരുന്നു, വീട്ടുകാരുടെ കൂടെ ജീവിച്ചപ്പോൾ കിട്ടിയ സംരക്ഷണം എന്തായിരുന്നു, എടുത്തുചാട്ടത്തിൻ്റെ ഫലം എന്തായിരുന്നു അവൾ ചെയ്യാൻ പാടില്ലഞ്ഞത്, എൻ്റെ ചുറ്റും കൂടിയ ആളുകൾ, എനിക്ക് ജയ് വിളിച്ച ആളുകളുടെ ഉദ്ദേശം എന്തായിരുന്നു, പ്രണയം എന്ന് അവൾക്ക് തോന്നിയ ആ സാധനത്തിൻ്റെ ഭംഗിയിൽ കാഴ്ച മങ്ങിയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് എത്ര വലുതായിരുന്നു എന്നൊക്കെ അവൾ കണ്ണുനീരോടെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ഒരു മനുഷ്യജന്മം പൂർണ്ണമാവൂ. മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം നമ്മളിലേക്ക് എത്തും. ശപിക്കുകയാണെന്നോ പ്രാകുകയാണെന്നോ ഒക്കെ ആർക്കെങ്കിലും തോന്നിയാലും പ്രശ്നമില്ല. ചില സമയത്ത് നമ്മൾ ശപിച്ചു പോകും. ഇപ്പം ആ പെൺകുട്ടിയോട് നമുക്കാർക്കും യാതൊരു വിരോധമില്ല, നമ്മുടെ ആരുമല്ല. നമ്മളൊക്കെ ആ പെണ്ണിനെ എപ്പോഴാണ് കണ്ടതും പരിചയപ്പെട്ടതും. പക്ഷേ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ, നമ്മുടെ കണ്ണിൽ നേരിട്ട് കണ്ട പ്രവൃത്തിയെ അടിസ്ഥാനമാക്കി ഒരു കാര്യത്തെ വിലയിരുത്താൻ ആരെയും മുൻപരിചയം വേണമെന്നില്ല. അവർക്ക് എന്ത് സംഭവിക്കും, എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ, ഇത്തരം കാര്യങ്ങളിൽ പ്രവചിക്കാൻ നമ്മളാരും ജ്യോതിഷം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? നമ്മൾ വേറെ ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇവൾ നന്നായിട്ട് ജീവിച്ചെങ്കിലോ, എല്ലാവരുടെയും ജീവിതം ഇപ്പോൾ ഒരുപോലെ ആകണമെന്നുണ്ടോ? അവളെ അവൻ നന്നായിട്ട് നോക്കും, അവൾ നന്നായിട്ട് ജീവിക്കും, നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും അവളുടെ ജീവിതം നശിക്കും എന്നൊക്കെ ചോദിച്ചാൽ കണ്ടറിയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. എന്താണെങ്കിലും ആ കുടുംബത്തോടുള്ള ദുഃഖം അങ്ങേയറ്റം രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ എല്ലാവരും മാപ്പ് പറയുകയാണ് ആ കുടുംബത്തോട്. ഞങ്ങൾക്ക് ആർക്കും ഇതിൽ പങ്കില്ല എന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവൾ നഷ്ടപ്പെട്ടതിൻ്റെ വില തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമുണ്ടാകും. അത് മാത്രമേ പറയാനുള്ളൂ. ഒരുപക്ഷെ ആ സമയത്ത് അവൾക്ക് അവളുടെ യൗവനം ഉൾപ്പെടെ പലതും നശിച്ചിരിക്കാം. ഇനിയെങ്കിലും തെമ്മാടിക്കൂട്ടങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള മനുഷ്യരെ, അവരുടെ കുടുംബത്തെ മുഴുവനും, ഒരുപക്ഷെ ഒരു ഗ്രാമത്തെ മുഴുവനും, ഒരുപാട് പേരുടെ സ്വപ്നത്തെ മുഴുവനും ബലി കൊടുക്കാൻ ദയവായി തയ്യാറാകാതിരിക്കുക.